ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാപ്പഡോക്കിയയിലാണ്, ടർക്കിയിലുള്ള. എൻ്റെ തലയിലിരിക്കുന്ന ബന്ധാന കണ്ടോ? ഞാനത് മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. എനിക്ക് ബന്ധാന കാണുമ്പോൾ മേടിക്കാൻ വേണ്ടി തോന്നുകയാണ്. ഇതൊരു സുവനീർ ഷോപ്പാണ്. അപ്പോൾ കുറേ ഐറ്റംസിൻ്റെ എല്ലാത്തിനും ഒടുക്കത്തെ റേറ്റാണ്. പക്ഷെ ഞാൻ സുവനീറായിട്ടൊന്നും മേടിക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് അങ്ങനെ സുവനീറായിട്ട് ഇതുപോലത്തെ ഒരു ബന്ധാന എന്തെങ്കിലും മേടിക്കാമെന്ന്. അപ്പോൾ ഇത് സെയിം മേടിക്കണോ വേറെ കളർ മേടിക്കണോ നോക്കട്ടെ, ഇട്ട് ട്രൈ നോക്കിയിട്ട് നല്ലത് ഏതാന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കുകയാണ്. ഞാനിത് അവിടുന്ന് ഈ ഒരു ബന്ധാന മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം അല്ല, 2 എണ്ണം മേടിച്ച്. ഒരെണ്ണം ഈ ഒരു വൈറ്റും പിന്നെ ഒരെണ്ണം റെഡും ആണ് മേടിച്ചത്. 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. വിശക്കുമ്പില്ലേ ബന്ധാന എടുത്ത് കഴിക്കാം. ഇതിന് ഒരെണ്ണത്തിന് 200 ഞാൻ ഡിസ്കൗണ്ട് ചോദിച്ചിട്ട് ഒന്നും തന്നില്ല. ഞാൻ അപ്പുറത്തെ കടയിൽ 3 കടയിൽ ചോദിച്ചു. 3 കടയിലും 200 തന്നെയാണ് പറഞ്ഞത്. ഒരു കടയിലെങ്കിൽ കുറവ് അറിയാമായിരുന്നെങ്കിൽ അവിടുന്ന് മേടിക്കാമെന്ന് ഓർത്തു. പക്ഷെ 3 കടയിൽ ചോദിച്ചിട്ട് ഒരേപോലെ ആണെങ്കിൽ പിന്നെ എല്ലാവരുടെയും ഒരേപോലെ തന്നെ ആയിരിക്കും. എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പോൾ ബന്ധാന ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മേടിക്കുന്നത്. ഇപ്പോൾ 2 എണ്ണം ഓൾറെഡി മേടിച്ചു. അതായത് 200 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പി 500 രൂപ. 1000 രൂപയ്ക്ക് ഞാൻ 2 എണ്ണം. ഞാൻ ജസ്റ്റ് ഒരു സാധാ ഒരു സ്കാർഫില്ലേ, അത്രേ ഉള്ളൂ. അത് ഈ ഏരിയയിലായതുകൊണ്ടാണ് റേറ്റ്. അവരെൻ്റെ അടുത്ത് പറയാ ജസ്റ്റ് 5 യൂറോയൊക്കെ അല്ലേ ഉള്ളൂ എന്ന്. ഞാൻ പറഞ്ഞ് യൂറോയിലല്ലല്ലോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല പറഞ്ഞു. അപ്പോൾ പറഞ്ഞു യൂറോയിലോ ഡോളറിലോ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഇന്ത്യൻ റുപ്പിയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഫുള്ള് സീനായിരുന്നു. എന്തായാലും ഞാൻ സുവനീറൊന്നും വേറെ മേടിക്കാറില്ലല്ലോ. അപ്പോൾ ഇതൊരു സുവനീറായിട്ട് കാണാം. അല്ലാണ്ട് ഞാൻ എന്താക്കാൻ അങ്ങനെ സമ്മാനിക്കാം. ഫുഡ് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഞാൻ കാഷ്യൂ നട്ട് കഴിച്ചതാണ്. പിന്നെ അവർ നമുക്കിങ്ങനെ സ്നാക്സ് തരും, കേക്കൊക്കെ. അതൊക്കെ കഴിച്ച്, കേക്ക് കഴിച്ച്, പിന്നെ ജ്യൂസ് കുടിച്ചു. അതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചത്. അല്ലാണ്ട് വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് ഹിച്ചാക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് പോട്രി മേക്കിംഗ് ഉണ്ടല്ലോ, അങ്ങനെ പോട്രി മേക്കിംഗ് ഉള്ളൊരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. സോ വെയിലുണ്ട്, അതാണ് ഞാൻ എടുത്ത് വെച്ച്. അങ്ങോട്ട് പോട്ടെ. ലിഫ്റ്റ് അടിക്കണം. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. ലിഫ്റ്റ് അടിച്ചിട്ട് പോവാം. വഴി നോക്കട്ടെ മാപ്പിൽ. ഞാൻ ഇതുവഴി നടക്കുകയായിരുന്നേ. ഒരു പൂച്ച നോക്കി എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ മിയാവ് 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 എന്ന് പറയുന്നു. എൻ്റെ പൂച്ചക്ക് എന്തോ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നല്ലേ പറയുന്നത്. ഓ ക്യൂട്ട്, ഓ ക്യൂട്ട്. എന്താ വിശക്കുന്നോ? എനിക്കും വിശക്കുന്നു, എനിക്കും വിശക്കുന്നു, എനിക്കും വിശക്കുന്നുണ്ടല്ലോ. എന്താ പറ്റിയേ, എന്താ പറ്റിയേ? അയ്യോ ക്യൂട്ട് പൂച്ച. അത് എന്നെ വന്നിങ്ങനെ ഉരുമുന്നട്ടോ. ഉരുമുന്ന് തന്നെ. ഉരുമാണോ? ആണോ? നോക്ക് നോക്ക് നോക്ക്. നൈസ്. എന്താ തട്ടിത്തലോടി പോവാണോ? അവിടുന്ന് നടന്ന് വന്നോണ്ടിരുന്നപ്പോ എനിക്ക് ലിഫ്റ്റ് കിട്ടി. താങ്ക് യു സോ മച്ച്. എൻ്റെ യൂട്യൂബ് ചാനൽ കൊടുത്തതാണ്. ഞാനാണെങ്കിൽ വേറെ ഡയറക്ഷനിലേക്കാണ് പോയത്, വഴി തെറ്റിയിട്ട്. അപ്പോൾ ആളുടെ വണ്ടി ലിഫ്റ്റ് കിട്ടിയപ്പോൾ ആളങ്ങോട്ട് ഡ്രോപ്പാക്കാന്ന് പറഞ്ഞു. ഒരു 9.something കിലോമീറ്റർ ഉണ്ട്. താങ്ക് യു സോ മച്ച്. പെട്ടെന്ന് ഇവിടെ ലിഫ്റ്റ് കിട്ടും. ഇവിടെ ഞാനിതാ അവനോസ് എന്ന് പറഞ്ഞിട്ടുള്ള അവനോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ആ പോട്രീൻ്റെ ഇതിനെല്ലാം കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതും നൈസായിട്ടുള്ളൊരു പ്ലേസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഒരു കുറച്ചൊക്കെ വില്ലേജ് ടൈപ്പും എന്നാൽ കുറച്ച് ടൂറിസ്റ്റിക്കും ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ടോ, ഇതുവഴി നടക്കുന്നതൊക്കെ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അവിടെയൊക്കെ അതിൻ്റെ മുകളിലേക്ക് കണ്ടോ കുറേ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം കുറേ എന്താ പറയുക നൈസായിട്ടുള്ള വില്ലേജസൊക്കെയാണ്. ഇവിടെ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പോയിട്ട് അവരുടെ അടുത്തൊന്നും പോയി താമസിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇവിടുന്ന് ഔട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും കുറേ വില്ലേജസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ ടർക്കിയിൽ ഞാൻ അധികം നിൽക്കും തോന്നുന്നില്ല. കാരണം എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റുന്നില്ല. കാരണം യൂറോപ്പിലെ പോലെയാണ് ഇവിടെ ഇപ്പോൾ. ഓൾമോസ്റ്റ് അങ്ങനെ ആയിട്ടുണ്ട്. യൂറോപ്പിൻ്റെ അത്ര ഇല്ലെന്നുള്ളൂ, പക്ഷെ എന്നാൽ അതിൻ്റെ അത്രയായി. ഇത്രയും ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രയും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ ചാടിക്കയറി വരില്ലായിരുന്നു. മീൻസ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യില്ലായിരുന്നു. ഫിനാൻഷ്യലി ഓൾറെഡി കുറച്ച് ടൈറ്റുള്ള ടൈമാണ്. ആള് ശരിക്കും എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. അതായത് ഞാൻ എവിടെയാണോ പോകേണ്ടത് അവിടെ വരെ കൊണ്ടാക്കി. ആ ഒരു 10 കിലോമീറ്ററെങ്കിൽ 10 കിലോമീറ്റർ ഫുള്ള് കൊണ്ടുവന്നാക്കി. ആള് വേറെ ഏതോ ഡയറക്ഷനിൽ പോകണമായിരുന്നു. ആള് പിന്നെ വെറുതെ ഇങ്ങനെ നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് എന്നെ ഇവിടെ ആക്കിയത്. ശരിക്കും പറഞ്ഞാൽ ടർക്കി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കുറേ ആളുകൾ നല്ലതുണ്ട്, കുറേ ആളുകൾ മോശമുണ്ട്. നല്ല ഫുഡുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കൊണ്ട് നൈസാണ്. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ നോക്ക്, ഭയങ്കര രസമാണ്. ലൈക്ക് ഈവൻ ഓരോ ഷോപ്സ് കാണാനില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കുറേ സാധനങ്ങളുണ്ട്. ഞാനിങ്ങനെ കണ്ണടച്ച് നടക്കേണ്ടി വരും. കാരണം ഫുഡും ബന്ധാനയും ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റാണ്. രണ്ടും ഇഷ്ടംപോലെ ഇങ്ങനെ കാണുന്നുണ്ട്.
ഞാൻ ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറം എനിക്ക് പോകാനുള്ളത്. ഞാൻ കറക്റ്റ് ലൊക്കേഷൻ നോക്കട്ടെ. എൻ്റെ അമ്മോ എന്ത് ബ്യൂട്ടിഫുൾ ആ നോക്ക്. ഇതുണ്ടോ കുറേ പോട്രിയാണ് ഇവിടെ എല്ലാം കാണുന്നത്. എന്ത് രസമാണ്, എല്ലാം മേടിക്കാൻ തോന്നുന്നു, എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നു. അടിപൊളി. ഹായ്, ഹൗ ആർ യു? I'm good. ഇത് ഇവിടെ എവിടെയോ ആണ് പോട്രി മേക്കിങ്ങിൻ്റെ ഏരിയ. അതാ ഓക്കെ. ബേബിയാ? ഇന്ത്യ? യെസ്. ആക്ച്വലി ഇതെൻ്റെ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് വഴി സെറ്റാക്കിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. നോക്കിയോട്ടെ. ഹായ്. താങ്ക് യു. ഇന്ത്യ? അവനോസ് അടിപൊളിയാണല്ലോ, നൈസാണ്. ഇവിടെ എല്ലാ സ്ഥലവും അടിപൊളിയാ. നോക്കിയോട്ടെ. ഓ ഇതൊരു കഫേ ആണല്ലോ, പോട്രി മേക്കിംഗ് കഫേ ആണോ? ആ പോയി നോക്കട്ടെ. നല്ല സ്മെല്ല്. ഹായ്. എന്താ മേടിക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്ക്, മറ്റേ സംഭവം ഇങ്ങനത്തെ സ്റ്റേ ഉണ്ടല്ലോ, ഇവിടെ കുറേ ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റേ എല്ലാം ഉണ്ട്. അതുപോലെ ഭയങ്കര ഒരു സ്മെല്ല്, ഒരു പ്രത്യേക അടിപൊളി സ്മെല്ല്. വാവ്, നല്ല രസമുള്ള പ്ലേറ്റ്സ് സംഭവങ്ങളൊക്കെ. പ്രൈവറ്റ് കളക്ഷൻസ് നമുക്ക് ഭയങ്കര തിളങ്ങുന്നു കേട്ടോ, ഭയങ്കര രസമുണ്ട്. നമ്മൾ വീട്ടിലേക്കൊക്കെ മേടിച്ചു കൊണ്ടുപോയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാം. നല്ല രസമുണ്ട് കണ്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല രസമാണ് ഇതൊക്കെ കാണാനേ. നമുക്ക് ഓ നൈസായിട്ടുണ്ട്, കുറേ ഡിസൈനിലെല്ലാം. ഓ പ്ലേറ്റ്സ്. ഇത് ഉസ്ബെക്കിസ്ഥാനിൽ പോയ സമയത്തും കസാക്കിസ്ഥാനിൽ പോയ സമയത്തും ഇതുപോലത്തെ പ്ലേറ്റ്സ് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അതുപോലെ. പക്ഷെ ഇവിടെ ഈ ആംബിയൻസും കൂടെയാണ് കൂടുതൽ ഇതിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഒരു പ്ലേറ്റ് ഇങ്ങനെ മേടിക്കാൻ തോന്നുന്നുണ്ട് കാണുമ്പോൾ. വാവ്. ഇവിടെ നോക്ക് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, കണ്ടോ? ഭയങ്കര രസമുണ്ട് എല്ലാം കാണാനേ. അതൊക്കെ എന്താന്ന് തന്നെ മനസ്സിലാവില്ല. പല ടൈപ്പ് പ്ലേറ്റ്, പോട്ട്സ് അങ്ങനത്തെയൊക്കെയാണ് കാണുന്നത്. വാവ്. സാധാരണ ഇങ്ങനത്തെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെല്ലാം. ഈ കാണുമ്പോൾ തന്നെ അത് ആസ്വദിക്കാൻ തോന്നുക. മറ്റേത് എനിക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ ഞാൻ മൈൻഡാക്കലില്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്തോ ഒരു, എനിക്ക് തോന്നുന്നത് ഈ ഒരു ആംബിയൻസിൻ്റെ ആണ്. ഇവിടെ ഒരു സ്മെല്ലും ഭയങ്കര കൂളിങ്ങും, നല്ല വെതറാണ്, തീരെ ചൂടുമില്ല എന്നാൽ ഒരുപാട് തണുപ്പല്ല, അങ്ങനത്തെ നൈസായിട്ടുള്ള വെതറാണ്. അതൊക്കെ നോക്ക് കണ്ടോ, അവിടെയൊക്കെ അങ്ങനത്തെ ടൈപ്പാണ് ഉള്ളത്. ഇവിടുത്തെ ലൈറ്റിൽ ഇങ്ങനെ മിന്നി തിളങ്ങുന്നു. ഭയങ്കര ലൈറ്റിൻ്റെ പ്രശ്നമാണോ നോക്ക്. ഇതെല്ലാം ഇങ്ങനെ ഓരോ സംഭവങ്ങളിൽ ഇടുന്നയാ. എന്താ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല. എനിക്കിത് കാണുമ്പോൾ വാങ്ങാൻ തോന്നാണ്. ഇതാ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെയൊക്കെയാണ് ചുറ്റുന്നത്. എങ്ങനെ ചുറ്റി കെട്ടാന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ എങ്ങനെ കെട്ടിയിട്ടുണ്ട്, ആളെനിക്ക് കെട്ടി തന്നു കേട്ടോ. സോ ഇതിന് 150 200 അല്ല. അപ്പം ഞാൻ ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇതന്നെ ഞാൻ മേടിച്ചോണ്ടിരിക്കുക. ഞാൻ അവിടെ ബാഗ് വെച്ചിട്ട് അവിടെ ഇങ്ങനെ പോട്രി നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പം അവിടെ തിരക്കായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാ. കണ്ടോ ഇവിടെ ഫുൾ ഇങ്ങനത്തെ ഷോപ്പ് തന്നെയാണുള്ളത്. സോ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാനിത് അവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. എന്തോ ഒരു ഇലയും ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. പിന്നെ ഒരു അയറനും പറഞ്ഞിട്ടുണ്ട്. അയറൻ ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോർത്ത് ഇന്ത്യ പോയാൽ ലസ്സി, ഇവിടെ വന്ന അയറൻ. പിന്നെ ഒരു റോളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാത്തിനും കൊടുക്കത്ത പൈസയാണ്. റോളാണ് ഉള്ളതിൽ ബെറ്റർ. ഈ റോള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫുള്ള് വെജാണല്ലോ കാണുന്നത്. ചിക്കൻ്റെ എന്തോ പറഞ്ഞിട്ടില്ല, ചിക്കനൊന്നും കാണുന്ന പോലും ഇല്ല. ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. ഫോണിൽ ചാർജ് ഉണ്ടായില്ല, അപ്പോൾ ചാർജൊക്കെ ചെയ്തിട്ട് നല്ല രസമാണ് ഇതുവഴി നടക്കാൻ തന്നെ. കണ്ടോ ഇവിടെ ഒരു പ്രത്യേക വൈബാണ് വീടുകൾക്കൊക്കെ. എനിക്ക് തോന്നുന്നു ഈജിപ്തിൻ്റെ ഒരു ടച്ച്. ഈജിപ്റ്റ് ഞാൻ പോയിട്ടില്ല, പക്ഷേ ഈജിപ്തിൽ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ടച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ മറ്റേ അയറൻ 2 എണ്ണം മേടിച്ച് കുടിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങോട്ട് പോവാണ്. ആക്ച്വലി എൻ്റെ വീഡിയോ കണ്ടിട്ട് അവരൊരു ATV റൈഡ് തരാമെന്നൊക്കെ പറയുണ്ടായി ഏജൻസി. ഞാൻ ഹോസ്റ്റലിൽ നിന്നേ. പക്ഷെ ഞാനിങ്ങനെ പോണോ വേണ്ടേ എന്നിങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയാണുള്ളത്. ഓ ഇത് നല്ല രസമുണ്ട് കണ്ട. ഞാനിത് കാണുമ്പോൾ ഒബ്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓ കാണുമ്പോൾ വാങ്ങാൻ തോന്നും. ഞാനിതാ ലിഫ്റ്റ് അടിച്ച് ഈ ബൈക്കിലൊക്കെ ഉണ്ടോ വന്നിട്ടുള്ള. ഓക്കെ താങ്ക് യു സോ മച്ച്. ഞാൻ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്.
ഞാൻ ബാക്കിലല്ല ഇത്രയും ബാഗെല്ലാം ഇട്ടിട്ട് ഞാൻ ഇരുന്നിട്ട് വന്നത് കേട്ടോ. ഇങ്ങനത്തെ ബൈക്കിലെല്ലാം ആളെന്തായാലും നിർത്തിയല്ലോ എനിക്ക് ലിഫ്റ്റ് തന്ന്. റെഡ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ പോയിട്ട് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മേ ബി ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകും തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ വഴി നോക്കിയിട്ടില്ല. ആളെന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അടിപൊളി ആൾക്കാരാണ് കുറേ ആൾക്കാർ. കാരണം ഇന്ന് എനിക്ക് ഫുള്ള് നല്ല എക്സ്പീരിയൻസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ടൂറിസ്റ്റുകളല്ലേ കൂടുതൽ, അതുകൊണ്ടാണ്. ഇന്നലെയൊക്കെ ഞാൻ ഏതൊക്കെയോ ഉള്ളിലേക്കുള്ള വഴി കൂടെ ഒക്കെ ലിഫ്റ്റ് അടിച്ച് വന്നുകൊണ്ട് തന്നെ അവരധികം ടൂറിസ്റ്റുകളൊന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ടൂറിസ്റ്റുകളെ കണ്ടിട്ടുള്ളതുകൊണ്ട് അവർക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ അറിയാം. പിന്നെ മാത്രമല്ല ഇപ്പം എന്നെ ഡ്രോപ്പ് ചെയ്ത പുള്ളിക്കാരൻ ടൂർ ഗൈഡാണ്. അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. ഞാൻ ടർക്കിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ഒരാളെ കാണുന്നത് പോലും. ഞാനിട്ട് പറഞ്ഞു യൂറോപ്യനും ഒരു ബ്രിട്ടീഷ് ആക്സെൻറ്റും മിക്സ്ഡ്, അമേരിക്കൻ ഇംഗ്ലീഷും എല്ലാം മിക്സ്ഡ് ആണല്ലോ എന്നല്ല. അപ്പോഴാണ് ആളിങ്ങനെ പറഞ്ഞത് ടൂർ ഗൈഡാണ്, അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയുന്നതെന്നെല്ലാം. ഇതുണ്ടോ, ഈ വ്യൂ എല്ലാമാണ് ഞാൻ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നത്. നോക്കി നോക്കട്ടെ ഞാൻ എവിടെയാണ് ടെൻ്റ് അടിക്കാൻ പറ്റുകയെന്നുള്ളത്. ഇവിടെ കുറേ സ്പോട്ട് കാണുന്നുണ്ട്. മാപ്പിൽ നോക്കിയപ്പോൾ ക്യാമ്പിംഗ് ഗ്രൗണ്ട്, ഫ്രീ ക്യാമ്പിംഗ് ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് കാണുന്നുണ്ട്. എനിക്ക് ആകെ കൺഫ്യൂസ്ഡായി. അപ്പോൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കാൻ വെച്ച് ഏറ്റവും അടുത്തുള്ള തന്നെ തീരുമാനിച്ച്. ഇവിടെ ആണെങ്കിൽ എല്ലാവരും സൺസെറ്റ് കാണാൻ വന്നിട്ടുള്ളത്. വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു ക്യാമ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ താഴേക്ക് ഇറങ്ങി. അതും കുറേ വഴിയുണ്ട്, കുറേ ട്രക്കിങ്ങും ഉണ്ട്. സൺസെറ്റായി, ഓൾമോസ്റ്റ് സൺസെറ്റായി. ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട്, അതായത് രാവിലെ എണീക്കുന്ന സമയത്ത് തലേൻ്റെ മുകളിൽ കൂടെയൊക്കെ ഹോട്ട് എയർ ബലൂൺ പോവും. അത് അടിപൊളിയായിരിക്കും. അതാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് ഈ സ്ഥലത്ത് മാത്രമാണോ വേറെ സ്ഥലത്തുണ്ടോ അറിയില്ലല്ലോ. ഇതേ സണ്ണെല്ലാം പോയി തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ ഒരു സ്പോട്ടാണ്, അടിപൊളി സ്പോട്ടാണ്. കുറച്ചുകൂടെ പ്ലെയിൻ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് വെച്ചാൽ പക്ഷേ അവിടെ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. അവർ കുറച്ച് കഴിയുമ്പോൾ പോകുമെന്ന് വിചാരിക്കുന്നു. പോയി കഴിഞ്ഞിട്ട് ടെൻ്റ് അടിക്കണം. പിന്നെ എന്തായാലും സണ്ണ് പോയാലും കുറച്ചും കൂടെ ലേറ്റൊക്കെ ഉണ്ടാവും. സോ ഞാൻ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് ഞാൻ ഇതുവഴിയൊക്കെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും ലേറ്റ് പെട്ടെന്ന് തന്നെ പോവില്ല. ഞാനിങ്ങനെ ടെൻ്റ് അടിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഒരു 4 പേരെ പരിചയപ്പെട്ടു. കണ്ണൂരുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരെന്നെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിച്ച്. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ടെൻ്റ് അടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ടെൻ്റൊക്കെ ഇങ്ങനെ പറക്കുന്ന പോലെ. അവരുള്ളത് കൊണ്ട് എനിക്ക് ഉപകാരമായി. അവരെന്നെ ഹെൽപ്പ് ചെയ്തു. നല്ല ആൾക്കാരായിരുന്നു. ഞാനിത് അവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഭയങ്കര കാറ്റാണ് കേട്ടോ. അതെ, എൻ്റെ മുടി പറക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുള്ള് നല്ല കാറ്റുണ്ട്. നല്ല അടിപൊളി സ്കൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞു. ഞാൻ വീഡിയോ എടുത്തില്ല. വേറെ ഒരു 4 മലയാളീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് അവരെന്നെയാണ് ആദ്യമായിട്ടൊരു മലയാളിയായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഞാനും അവരെയാണ് ആദ്യമായിട്ട് മലയാളിയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഫ്ലൈറ്റിൽ നിന്ന് കണ്ടിട്ട് അതിന് ശേഷം പിന്നെ ട്രാവൽ ചെയ്യുന്ന ഇടയിലൊന്നും കണ്ടിട്ടുണ്ടായില്ല. കണ്ടോ ടെൻ്റ് പറക്കുന്ന നോക്ക്. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ, ചെറിയ കാറ്റൊന്നുമല്ല. അപ്പോൾ രാത്രി ആവുന്ന സമയത്ത് ഒരു 4 ഡിഗ്രി വരെയും പോകുന്നുണ്ട്. അപ്പോൾ രാത്രി ആകുമ്പോൾ ഞാൻ ഫ്രീസ് ആവുമെന്ന് തോന്നുന്നുണ്ട്. ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ അത്രയും വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്ലീപ്പിംഗ് ബാഗ് ആണെങ്കിൽ 15 ഡിഗ്രിയുടെയും പിന്നെ 20 ഡിഗ്രിയുടെയാണ്. അത്രേ എനിക്ക് പ്രൊട്ടക്ഷൻ ഉള്ളൂ. മുന്നേ ഉണ്ടായിരുന്ന ടെൻ്റാണെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ് ആണെങ്കിൽ പോലും എനിക്കൊരു എന്താ പറയുക 10 ഡിഗ്രിയുടെ ആയിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. പെട്ടെന്ന് ഒരു പ്ലാനും ഇല്ലാണ്ട് വന്നുകൊണ്ട് തന്നെ ഇന്ന് രാത്രിത്തെ ഉറക്കം കണക്കാവും തോന്നുന്നുണ്ട്. ഞാൻ ഫ്രീസ് ആവുമെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും എനിക്കറിയില്ല. ഞാൻ വേറെയുള്ള ഡ്രസ്സൊക്കെ എടുത്തിടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഫുഡ് ഞാൻ വിചാരിച്ച് എൻ്റെ കയ്യിൽ കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കഴിക്കാം. പിന്നെ വെള്ളം നിറച്ചിട്ടുണ്ട് ഒരു കുപ്പി, അതും നല്ലപോലെ ഉറങ്ങാം. വേറെ ആരും ടെൻ്റ് അടിച്ചതോ ടെൻ്റ് അടിക്കാൻ വന്നതോ ഇല്ല. ഞാൻ വിചാരിച്ച് വേറെ ആൾക്കാരൊക്കെ ടെൻ്റ് അടിക്കാനുണ്ടാവും, പക്ഷെ ആരും ഇല്ല കേട്ടോ. ഞാനിതാ ടെൻ്റിൻ്റെ ഉള്ളിൽ കയറി. ഞാനിതാ ഈ ഡ്രസ്സും ഇതും 2 ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതേ മുകളിലും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ പവർ ബാങ്ക് ഉണ്ട്, പവർ ബാങ്കിൽ കുത്തിയിട്ടിട്ടുണ്ട്. ഇത് സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതാണ്ടോ സ്ലിപ്പ് ബാഗിൻ്റെ ഉള്ളിലാണ് കയറിയിട്ട്. ഷൂവും സ്ലിപ്പറും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്ലിപ്പിംഗ് ബാഗും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കിടക്കട്ടെ, എന്താവുമെന്നറിയില്ല. കുറച്ച് എഡിറ്റാക്കാനൊക്കെ ഉണ്ട്. അത് എഡിറ്റെല്ലാം ആക്കിയിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. ഉറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു, സെറ്റായാൽ മതി. അത് മാത്രമേ എനിക്ക് തോട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം. നാളെ ഞാൻ എപ്പോൾ എണീക്കുമെന്ന് എനിക്കറിയില്ല. നാളെ രാവിലെ 5:30-6 മണിക്ക് എണീച്ചാൽ സൺറൈസിൻ്റെ ടൈമിൽ ഹോട്ട് എയർ ബലൂണൊക്കെ ഇത് കൂടെ പോകുന്നതാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ എണീക്കുമല്ലേന്ന്.
എണീച്ചാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഞാൻ ഭയങ്കര ലേസിയാണ്. മോർണിംഗ് എണീക്കാൻ അത്ര മടി എനിക്ക്, എന്താ അറിയില്ല. രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ കാണുന്നത് എന്താ നോക്കിയേ, ഞാൻ എണീച്ചെല്ലാം ഉറക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറേ നേരമായിട്ട് തണുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ 3 ഡിഗ്രി ആയിട്ടുണ്ട്. 5 ഡിഗ്രീനെക്കാട്ടിലും കൂടുതലായി കേട്ടോ. അതൊക്കെ നല്ല താഴേക്കെല്ലാം പോകുന്നുണ്ട് കേട്ടോ. അതായത് ആ ഒരു ഇതുണ്ടോ, അതിന് അത്രയും ക്ലോസ് ആയിട്ടെല്ലാം പോകുന്നുണ്ട്. ഈ ഒരു ചെടിയുള്ളതുകൊണ്ട് അങ്ങോട്ട് കാണുന്നില്ല. ഓ നല്ല തണുക്കുന്നുണ്ട് കേട്ടോ. നോക്ക് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം ഇങ്ങനെ വാട്ടർ ബലൂൺസ് ഇങ്ങനെ എയർലൈറ്റ് ഉണ്ട്. ഇപ്പോൾ സമയം ഒരു 6:30 ആവാനായിട്ടുണ്ട്. സൺറൈസ് ആയിട്ടില്ല. സൺറൈസ് ആയി കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ചും കൂടെ എനിക്കൊന്ന് തണുപ്പ് കുറയുമെന്ന്. കണ്ടോ, നൈസാണ് കേട്ടോ, അടിപൊളി, വേറെ ഏതോ വേൾഡ്, അതാണ് ഫീൽ ചെയ്യുന്നത്. നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. ഇതുവരെ ടെൻ്റ് അടിച്ചതിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. കാരണം നോക്ക്, ഹോട്ട് എയർ ബലൂൺസ് ചുറ്റും കാണുന്നത്, അത് വെറൈറ്റി ആയിട്ടുണ്ട്. സണ്ണൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, നടക്കുമെന്നറിയില്ല. നല്ല ഉറക്കം വരുന്നുണ്ട്. ആകെ 2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. നല്ല റൈസ് ഫ്ലേക്സ്, നമ്മുടെ അവൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് മേടിച്ചതാണ്. സോ ഇത് നല്ല ടേസ്റ്റൊക്കെ തോന്നുന്നുണ്ട്. വിശന്നിട്ടാന്ന് തോന്നുന്നു. ഇവിടെ ഒരു 3 ഡേറ്റ്സ് ഉണ്ട്. 3 കുറേ ഉണ്ട്. ഞാൻ 3 കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ റൈസ് ഫ്ലേക്സ്, ഇതൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് തേങ്ങയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ, കുറച്ച് ശർക്കരയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കഴിക്കായിരുന്നു. ഇതെല്ലാം ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ പർച്ചേസ് ചെയ്തോ. നിങ്ങൾ കണ്ടല്ലേ അന്ന്. ഡൽഹിയിൽ എത്തിയിട്ട് പോലുമില്ല. അതിന് മുന്നേ ഞാൻ ഫ്ലൈറ്റ് എടുത്ത് എന്നിട്ട് ഡൽഹിയിൽ നിന്ന് ഓടിപ്പിടിച്ച് ഈ ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും ഫുഡും ഒക്കെ മേടിച്ചിട്ട് വന്നാ. ഇനി എനിക്ക് ഗ്യാസ് സ്റ്റൗ മേടിക്കാൻ പ്ലാനുണ്ട്. അത് MSR എന്ന് പറഞ്ഞൊരു അടിപൊളി ബ്രാൻഡ് ഉണ്ട്. ഭയങ്കര എക്സ്പെൻസീവാണ്, സൂപ്പർ എക്സ്പെൻസീവാണ്. 30-30,000 രൂപയുണ്ട്. പക്ഷേ വാങ്ങിക്കഴിഞ്ഞാൽ വേർത്താണ്. 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്. പിന്നെ അത് കേടുവരെയില്ല. അങ്ങനെ ക്വാളിറ്റി അടിപൊളി ബ്രാൻഡാണ്. അപ്പം ഞാൻ നെക്സ്റ്റ് സ്പെയിനിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് മേടിക്കാനാണ് വിചാരിക്കുന്നത്. US സ്പെയിനിലൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുണ്ട്. നാട്ടിൽ വാങ്ങുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതലാവും. അതാണ് അവസ്ഥ. ബാധകർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. വെറ്റ് വൈപ്സ്, അതും ബേബി വെറ്റ് വൈപ്സ്. ബേബി വെറ്റ് വൈപ്സ് ആണെങ്കിൽ ആൽക്കഹോൾ ഫ്രീ ആയിരിക്കും. അങ്ങനെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് നമ്മളെ പ്രൈവറ്റ് പാർട്സിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നല്ലതല്ല അല്ലാത്ത വെറ്റ് വൈപ്സ്. അപ്പം മേടിക്കുമ്പോൾ എപ്പോഴും ബേബി വെറ്റ് വൈപ്സ് ഉപയോഗിക്കുക. കെമിക്കൽസ് കുറവായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് തിരിച്ച് കയറുവാണ്. ഒരു ചെറിയ ട്രക്കിങ്ങിന് പോയ പോലെയാണ്. ഇതുവഴിയെല്ലാം കയറി ഇറങ്ങി. അങ്ങനെ ഞാനിതാ ഇവിടെ ടെൻ്റെല്ലാം പാക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം വെയിലായി, പക്ഷേ ചൂടൊന്നും അധികമില്ല. പക്ഷെ നല്ല വെയിലുണ്ട്. സോ പാക്കാക്കാൻ എവിടെ വന്നിട്ടാണ് പാക്കാക്കുക. അപ്പം ഞാൻ ആലോചിക്കുന്നതാ, എൻ്റെ സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി ടെൻ്റ് എടുത്ത് മാറ്റണം. ഇപ്പോൾ ഇവിടെ ഒന്നും ആരില്ല. 2 ഹോട്ട് എയർ ബലൂൺ കാണുന്നുണ്ട്. അവിടെയും ഇവിടെ വരണം. ഈ സമയത്തും ഹോട്ട് എയർ ബലൂണിൽ ആൾക്കാർ പോകുന്നുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ടൈമിലൊക്കെ റേറ്റ് കുറവായിരിക്കും. പകൽ പോകുന്ന ഏറ്റവും അടിപൊളി ആ സൺറൈസിൻ്റെ സമയത്ത്. അതിനാണ് ഏറ്റവും റേറ്റും കൂടുതൽ. സോ അതെ പാക്കാക്കണം. എന്നിട്ട് ഒരു ദൂരെ യാത്രയ്ക്ക് പോവാണ്. ഒരു 700 കിലോമീറ്റർ. പക്ഷെ ഡ്രസ്സെല്ലാം അലക്കാനായിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സെല്ലാം കോൾ വരുന്നുണ്ടല്ലോ ഫോണിൽ. ദിൽബർ, ജയ്സൽമേർ, രാജസ്ഥാൻ വീഡിയോ കോൾ. സോ പാക്കാക്കിയിട്ട് വേണം ബാക്കി എന്താക്കുന്നു നോക്കാൻ. അറിയില്ല. ലിഫ്റ്റ് അടിച്ച് ഞാൻ ഡ്രസ്സെല്ലാം അലക്കാനായിട്ടുണ്ട്. അതാണ് ടാസ്ക്. അപ്പോൾ ഡ്രസ്സ് അലക്കണം. ഞാനിത് അവിടെ ഇട്ടിട്ടെല്ലാം പാക്ക് ചെയ്യാണ്. ടെൻ്റെല്ലാം പാക്ക് ചെയ്ത് ബാക്കിയെല്ലാം കൂടെ പാക്ക് ചെയ്യുള്ളൂ. ഇന്നലെ ഈ
കൊച്ചിറക്കനുണ്ടല്ലോ, ഇവൻ എന്നെ പേടിപ്പിച്ച്. ഇന്നലെ രാത്രി ഇവൻ വന്നിട്ട് ഞാൻ ഒച്ചയും ബഹളവും ഉണ്ടാക്കി. എന്താണെന്നറിയില്ലോ, എന്തോ ഓടി അങ്ങോട്ട് വന്നു. ഞാൻ വെച്ച് പന്നി അറ്റാക്ക് ചെയ്യാൻ വന്നോ എന്താ. ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. നോക്ക് ശുണ്ടാപ്പി, എന്തിനാടാ എന്നെ പേടിപ്പിച്ച നീ രാത്രി? ഇങ്ങനെ പേടിപ്പിക്കാമോ? ഓടി അങ്ങോട്ട് വന്ന്. ഞാൻ രാത്രി കണ്ണ് കാണുന്നില്ലല്ലോ, ഞാൻ വാഷ്റൂം പോകാൻ വേണ്ടി പുറത്തിറങ്ങിയതാ ടെൻറ്റിൽ നിന്ന്. സോ ക്യൂട്ട്, സോ ക്യൂട്ട് ചക്കരക്കുട്ടൻ. ഹലോ ഹലോ. ഇന്നലെ എൻ്റെ അടുത്ത് കുരയ്ക്കേ ഒന്നും കാണിച്ചില്ലേ, വന്നിട്ട് നേരെ സ്നേഹത്തോടെ സംസാരിച്ചത്. പാവാണേ, എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു. പിന്നെ രാവിലെ എവിടെയോ പോയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോയതാണോ? നിനക്ക് എവിടുന്നാ ഫുഡ് കിട്ടിയേ? എനിക്ക് ഇവിടെ ഫുഡില്ലല്ലോ, ഇവിടെ ആരും ഇല്ലല്ലോ. നീ എവിടെ പോയിട്ടാ ഫുഡ് കഴിച്ച്? ഓയ് ശുണ്ടാപ്പി, 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 ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോന്ന് പറ. ഉണ്ടോ? മനസ്സിലാവുണ്ടോടാ കുട്ട? ചക്കര കുട്ടനാലോ, പാവാലോ, എന്തൊരു പാവാ. സോ ക്യൂട്ട്. എവിടെ പോണ്ടാ? സ്ട്രെച്ചൊക്കെ ചെയ്ത് എവിടെ പോണ്? എന്താ പറ്റിയേ? ഒന്നും പറയാണ്ട് പോണോക്ക്. ഇങ്ങനെ പോയത് ഇന്നലെയും ഇടയ്ക്ക് വെച്ചപ്പോഴോ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് നോക്ക്, എന്ത് രസാ. അങ്ങോട്ടൊക്കെ ഉണ്ടോ ഇങ്ങനെ കുത്തനെ ഇറക്കാം. ഇതാണ് റെഡ് വാലി, ഫുള്ള് റെഡായിട്ടിരിക്കുന്നുണ്ടോ. ലവ് വാലി ഉണ്ട്, റോസ് വാലി ഉണ്ട്, റെഡ് വാലി ഉണ്ട്, പീജൻ വാലി ഉണ്ട്. അങ്ങനെ കുറേ വാലികളുണ്ട്. ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ എവിടെ വേണമെങ്കിലും ടെൻ്റ് അടിക്കാം. ഈ പറഞ്ഞ എല്ലാ വാലിയിലും അടിപൊളിയാണ്. എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് ഞാനിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ടെൻ്റ് അടിക്കുമ്പോൾ അത് പാക്ക് ചെയ്യൽ മാത്രമാണ് ആകെ മടിയുള്ള കാര്യം. കാരണം ടെൻറ്റ് തുറന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സാധനം പുറത്തിട്ടിട്ടേ പിന്നെ ടെൻ്റ് ഉള്ളിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ശുണ്ടാപ്പീൻ്റെ അടുത്തെല്ലാം ബായ് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഹിച്ചായിക്ക് ചെയ്യണം റോട്ടിലേക്ക്. എനിക്ക് തോന്നുന്നു വണ്ടികളൊന്നും ഇല്ല, സൗണ്ടൊന്നും കേൾക്കില്ല. ശുണ്ടാപ്പി ടാറ്റാ ബൈ പറയാ. ബൈ ശുണ്ടാപ്പി ടാറ്റാ. എന്താണ് ടാറ്റാ, ഞാൻ പോവാ. ടാറ്റാ ബൈ. ഇവിടെ കിടന്നോട്ടോ, ഒറ്റയ്ക്ക് കിടന്നോ. ഞാൻ പോവാ, വരുന്നുണ്ടേ. വാ പോവാ. വരുന്നോ? നോക്കേ ടാറ്റാ. ഞാൻ റോട്ടിലെത്തിയപ്പോഴേ ശുണ്ടാപ്പിയും റോട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ വരുന്നാ? ഇന്നലെ കൂടിയതാ. വരുന്നോ? എൻ്റെ കൂടെ വരികയാണോ? എന്നാ പോരെ, എനിക്ക് കുഴപ്പമില്ല. നേരത്തെ വിളിച്ച് ഞാൻ കുറേ, അപ്പോൾ വന്നില്ല. എന്നിട്ടിപ്പോൾ ഞാൻ അവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ നടക്കാൻ തുടങ്ങിയപ്പോൾ വരുന്നു. അങ്ങോട്ട് വേണേ പൊക്കോ. ബൈ. അത് പോയി അപ്പുറത്തേക്ക്. വണ്ടിയൊന്നും കാണുന്നില്ല, കാരണം ഈ സമയത്ത് ആരും ഇങ്ങോട്ട് വരില്ല. സൺസെറ്റ് അടിപൊളി ഇവിടെ. ഒരു വണ്ടി വരുന്നത് നോക്കി നോക്കാം. ലിഫ്റ്റ് കിട്ടുമോന്ന് പറയാൻ പറ്റില്ല. അത് സ്ലോ ആയിട്ട് വരുന്നു. ഓയ്, എനിക്ക് തോന്നുന്നു കാറിന് ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ എൻട്രി ഫീ ഉണ്ട്. പക്ഷെ പകലില്ല, കാരണം ആരും ഇല്ലല്ലോ. വൈകുന്നേരത്ത് ഇത്ര തിരക്കുണ്ട്. ലിഫ്റ്റ് കിട്ടുമോയെന്നറിയില്ല. ലിഫ്റ്റ് അടിക്കുന്നുണ്ട്. നിർത്തിയില്ലല്ലോ. താഴേക്ക് 6 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. 6 കിലോമീറ്റർ നടക്കേണ്ടിയിരുന്നു തോന്നുന്നുണ്ട്. വണ്ടി 1-2 വരുന്നുണ്ട്. വെള്ളം തീരാനായി. ഒരു ഇച്ചിരി വെള്ളമുള്ളൂ കേട്ടോ. വെള്ളം തീർന്നാൽ പാണിയാണ്. Thank you. Okay. Yeah, thank you. Yeah. അവിടെ നോക്ക്, ആ ഒരു ഓഫീസർ എനിക്ക് വെള്ളം തന്നിട്ടുണ്ട്. അങ്ങനെ വെള്ളം എല്ലാം ഫില്ലാക്കി
സെറ്റായി. അത് നല്ല തണുത്ത വെള്ളം. ഇപ്പം എനിക്ക് സമാധാനമായത്. ഓ, ഇനി എത്ര കിലോമീറ്റർ നടക്കണം തന്നെ എനിക്കറിയില്ല. ഇന്നലെ നോക്കിയപ്പോൾ 6 കിലോമീറ്ററാണ് കണ്ടിട്ടായിരുന്നു. ആ ബൈക്കിൽ 6 കിലോമീറ്ററാണ് ലിഫ്റ്റ് അടിച്ച് വന്നത്. ഇവിടെ നോക്ക്, ഒരു ഫാമിൽ ഞാനിങ്ങനെ മുന്തിരി കണ്ട്, അത് പൊട്ടിച്ച്. ഇവിടെ ആരും കാണുന്നൊന്നുമില്ല കേട്ടോ, ചോദിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഫുള്ളിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നത്. എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചത്. കണ്ടാ, മുന്തിരി ഉണ്ട്, നല്ല രസമുള്ള മുന്തിരി. കഴിച്ചോട്ടെ. ഒരെണ്ണം കഴിച്ച്, അപ്പോൾ എന്തോ ഒരു മധുരമായിരുന്നു. നല്ല മധുരം. പക്ഷേ ഇതിൽ കുരു ഉണ്ടല്ലോ, കുരു ചെറിയ കുരു, കഴിക്കാൻ പറ്റുന്ന കുരുവാന്ന് തോന്നുന്നു. കൊള്ളാം. ലോകതേ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ നോക്ക്, ഫുള്ള് മുന്തിരി തന്നെയാണ്. എവിടെ നോക്കിയാലും മുന്തിരി കൃഷിയാണ്. പിന്നെ ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സ് തന്നെയാണ് മൊത്തം കാണാൻ പറ്റുക, പല ടൈപ്പ് ഫ്രൂട്ട്സുകൾ. പക്ഷെ ഇപ്പം ഫുള്ള് മുന്തിരിയാണ് കാണുന്നത്. എങ്ങോട്ടാ? നീ എൻ്റെ കൂടെ വരികയാണോ? പറ, എങ്ങോട്ടാ? എൻ്റെ കൂടെ വരണ? അവിടം തൊട്ട് എൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടാ. എനിക്കറിയില്ല എങ്ങോട്ടായി വന്ന്. ഇവിടെ കുറേ മുന്തിരി ചെടി ഉണ്ട്, അതിനിടയിൽ ഒരു ആപ്പിൾ ചെടിയും. അതിലൊരൊറ്റ ആപ്പിൾ മാത്രം, ചെറിയൊരു ആപ്പിൾ. അതിനെ ഞാൻ പൊട്ടിച്ച്. ഇത് കൊള്ളാലോ പരിപാടി. ഇതാണ്ടോ മുന്തിരിയൊക്കെ ഉണങ്ങിയിരിക്കുന്നു. ഉണക്കമുന്തിരി ആക്കി തിന്നാം. തിന്നോട്ടെ. ഇങ്ങനെ ഉണങ്ങിയാണോ ഉണക്കമുന്തിരി ആവുന്നല്ലേ? കുറേ ഉണക്കമുന്തിരി ഉണ്ട് കേട്ടോ. എൻ്റെ ബാഗിലുണ്ട് ഉണക്കമുന്തിരി. ബൈക്ക് വരുന്നുണ്ട്, ബൈക്ക് കാണിക്കണം. ഓക്കെ, സ്ഥലമില്ല. ബാക്കിൽ പെട്ടിയും ഫുൾ സാധനങ്ങൾ പാക്കഡാണ്. അതാണ് ആൾ സ്ലോ ആക്കിയിട്ട് എനിക്ക് കാണിച്ചത്. ആപ്പിളെങ്കിൽ ആപ്പിള്. ആപ്പിള് വലുതായിട്ടില്ല, കയ്പ്പ്. മൂത്തിട്ടില്ല. ഹായ്. ഹലോ. വിശക്കണോണ്ട് തിന്നണേ കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിട്ടല്ല. ഇനി ഉണ്ടോ ആപ്പിള്? ഇല്ലേ, സീസൺ ആണെങ്കിൽ എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഓഫ് സീസണാന്ന് തോന്നുന്നു. എനിക്കിത് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കാറിലാണ് കേട്ടോ ലിഫ്റ്റ് കിട്ടിയിട്ടില്ല. താങ്ക് യു സോ മച്ച്. അയ്യോ, എൻ്റെ ശുണ്ടാപ്പി എവിടെ? ശുണ്ടാപ്പി, ഓ ശുണ്ടാപ്പി, അയ്യോ ഡോഗ്. Yeah, my friend, I got yesterday night. ശുണ്ടാപ്പി പോയി. ശുണ്ടാപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുക. അയ്യോ, എനിക്ക് വിഷമാവുന്നേ. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു കാറിൽ ഞാനിവിടെ ഹൈവേയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കിനി ഇവിടുന്ന് വേണം ലിഫ്റ്റ് എടുക്കാൻ. എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഓൺ ദ വേയിൽ. എന്തെങ്കിലും കാണുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അത് നോക്ക്, അവിടെ ഉണ്ടോ? അത് ഒതൻറ്റിക് ഹാൻഡ് വേവ് ടർക്കിഷ് കാർപ്പറ്റ്സിന് കുറേ കാർപ്പറ്റുകൾ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇനി. ഞാൻ എന്തായാലും നേരെ ലിഫ്റ്റ് അടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എനിക്കിതാ ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഹായ്, ഹൗ ആർ യു? I'm fine, and you? Yeah, I'm good. I'm tired now. I didn't get proper sleep. Yesterday I was camping there in the Red Valley. Yes. Yeah. You going? Which place? Sivas. എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരുപാട് ദൂരമൊന്നുമില്ല. എന്തായാലും ഞാൻ പോട്ടെ. എനിക്ക് വിശക്കുകയും ചെയ്യുന്നത്, നല്ല ടയർഡായിട്ടുള്ളത്. ആള് കുറച്ച് ദൂരം അല്ല കേട്ടോ പോകുന്നത്. സിവാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് 260 കിലോമീറ്ററും 3 മണിക്കൂറാണുള്ളത്. ഞാൻ ആദ്യം ഈ സ്ഥലത്തിൻ്റെ പേരാണ് ആൾ പറഞ്ഞത്. അപ്പം എനിക്കറിയില്ലല്ലോ. അപ്പം മേ ബി അടുത്ത സ്ഥലം ഈ വഴിയാണ് പോകണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഇതാണ് സിവാസ്. അത്രയും ദൂരം പോകുന്നുണ്ട് ആൾ. ഞാനിത് ആളുടെ കൂടെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് വന്നിട്ട് ഇപ്പോൾ ഒരു 10-60 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇനിയുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ആളുടെ കസിൻ്റെ വീടാണിത്. കസിൻ്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. ഞാനാണെങ്കിൽ വിശന്ന് കിളി പോയിട്ടിരിക്കുക. ഞാൻ ഓൾറെഡി പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കാണാൻ നിർത്താൻ പറയാനായിട്ട്. പിന്നെ അടുത്ത ഈ ഒരു ടൗണാണ് പിന്നെ വന്നത്. അതിനിടയ്ക്ക് ഒന്ന് കണ്ണടഞ്ഞു പോവുകയും ചെയ്തു, ഞാനൊന്നും ഉറങ്ങിപ്പോയിട്ട് അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അടിപൊളി ഫുഡായിരിക്കും എന്ന് തോന്നുന്നു. ഓ വിശക്കണ്. ഇവിടെ നോക്ക്, ഇതെന്താ വേറെ ഏതോ സ്ഥലം പോലെ. ഫുള്ള് വലിയ സ്ഥലമാണല്ലോ. എല്ലാവിടെയും ഫുള്ള് അപ്പാർട്ട്മെൻറ്റ്, വലിയ വലിയ ഫ്ലാറ്റൊക്കെയാണ് കാണുന്നത്.
സാധാരണ ഇങ്ങനെയല്ല കണ്ടോണ്ടിരുന്നത്. ഇതാണ് ആളുടെ കസിന്റെ വീട്. നല്ല വലിയ ഫ്ലാറ്റൊക്കെയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ എന്താ വാഷ്റൂമിലൊക്കെ പോയി ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത്, പുള്ളിക്കാരൻ ഓൾറെഡി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്കെല്ലാം കാണിച്ചു കൊടുത്ത് അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. എനിക്ക് ഉറക്കം വന്നിൻ്റെ മുഖമൊക്കെ നോക്കി ടയേർഡായിട്ട്, കണ്ണൊക്കെ കണ്ടോ ഭയങ്കര ടയേർഡായിട്ടാണുള്ളത്. ഞാൻ കുളിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇവിടുന്ന് നോക്കട്ടെ, അത് ചോദിച്ചു നോക്കണം, അറിയില്ല. എന്തായാലും ഫുഡ് ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഇത് നോക്കി ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് അവരായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ആളുടെ ചീത്ത പറയാം. എന്തിനാണെന്നറിയോ, ഞാൻ വരുന്ന കാര്യം എന്താ പറയാൻ, ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഞാൻ വരുന്ന നേരത്തെ വിളിച്ച് പറയാൻ എന്താന്നൊക്കെ ചോദിക്കുന്നത്. നമ്മളെ നാട്ടിലെ പോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനത്തെ അല്ലേ പറയും, എന്താ പറയാണ്ട് വന്ന് ആ ഒരു സാധനം. അത് ഇവിടെ ഉണ്ട്, അത് യൂണിവേഴ്സലാണ്. അപ്പോൾ ഇവിടെ നോക്ക്, എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. 2 വലിയ ബ്രെഡ്, പിന്നെ എന്തോ ഒരു സാലഡ് ഉണ്ട്. ഇത് ഗോതമ്പ് പോലെ ഇരിക്കുന്നുണ്ട്, ഗോതമ്പ്. പിന്നെ എന്തോ ഒരു ടൈപ്പ് ജ്യൂസ് ഉണ്ട്, നല്ല തണുത്ത കളറിലുള്ള. വേറെ എന്തോ ഒരു മീറ്റ്. ഇതൊക്കെയാണ് ഫുഡ് ഉള്ളത്. ഞാൻ കഴിക്കട്ടെ, നല്ല വിശക്കുന്നുണ്ട്. അവർ പറയാണ് ഞാൻ വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ കുറേ ഫുഡ് ഉണ്ടാക്കി വെച്ചേനെ, ആള് വിളിച്ചും പറഞ്ഞില്ല, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഫുഡ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നോട് സോറി പറയും. ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ പെട്ടെന്ന് കഴിച്ച് എനിക്ക് വിശന്നിട്ട് കഴിക്കാൻ തായിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇത് ഗോതമ്പ് തന്നെയാണ്, അത് സാലഡിന് കൂടെ കഴിക്കുന്നു. ഷീപ്പ് ഓർ ബീഫ്? ബീഫ് ഓർ ഷീപ്പ്? ഷീപ്പ്? ബീഫ്. നൈസ്. ബീഫാന്നാ പറഞ്ഞ കേട്ടോ. ബീഫിന്റെ ഒരു അടിപൊളി സംഭവം, നല്ല കുക്കൊക്കെ ആയിട്ടുണ്ട്, കൊള്ളാം. ഇവര് എന്താ പറയാ, ഇതിന് പകരം റൈസിന് പകരം ഗോതമ്പ് അയക്കുന്നു. സംഭവം കുറച്ചുള്ളെങ്കിലും ഭയങ്കര ടേസ്റ്റാ, സിമ്പിൾ ആൻഡ് ടേസ്റ്റി. ഞാനതവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് ഫുള്ള് കഴിച്ചു. ഇത് കഴിച്ച് തീരാനായി. നമ്മുടെ ബട്ടർ മിൽക്ക് അയറൻ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സ്വീറ്റും കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് ഞാൻ ഫുള്ള് കഴിച്ച്, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കഴിച്ചത്. അതെല്ലാം ഞാൻ അവരോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു എന്താ കഴിക്കുക. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അവരിപ്പോഴാണ് ഫോർക്ക് കൊണ്ടുവന്നിരുന്നത്. അപ്പം ഞാൻ ഓൾറെഡി കൈവച്ചെടുത്ത്. എന്തോ ഒരു സ്വീറ്റാ, കഴിച്ചോട്ടെ. സോ ഗുഡ്. നമ്മുടെ എന്താ ഗുലാബ് ജാമുൻ തന്നെ, അതില് വെള്ളം ഇല്ലാന്ന് മാത്രം. ഗുലാബ് ജാമുന്റെ അത്ര മധുരമില്ല, പക്ഷെ എന്നാലും നല്ല മധുരമുണ്ട്. ഇതത് തന്നെ. ചോദിച്ചോട്ടെ എങ്ങനെ ഉണ്ടാക്കി. ഷുഗർ കഴിക്കുന്നില്ല പറഞ്ഞിട്ട് ഇതിന് ഒടുക്കത്തെ ടേസ്റ്റ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനകത്ത് ഇത് 3ാമത്തെ കഴിച്ചോണ്ടിരിക്കുന്നത്. സോ ഗുഡ്. യു മേക്ക്? Yes. Okay, she make. Okay, that's nice. So tasty. Egg, milk, flour, milk, yeah, and we fry. Then sugar. yes. Then put in the sugar. Okay, nice. ഇതന്നെ മുട്ടയും പാലും പഞ്ചസാരയും എല്ലാം കൂടെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിലിട്ടൊക്കെ ഉണ്ടാവും. അതിങ്ങനെ തേൻ ഒഴുകുന്നുണ്ടോ നമുക്ക്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഷുഗർ ഇങ്ങനെ ഒഴുകുന്നു. അത് തന്നെയാണ് ഇതുപോലെ തന്നെ എന്തായാലും പറയാ, നമ്മളെ ഗുലാബ് ജാമുൻ പോലെ. ഓക്കെ, സോ ഇറ്റ് വിൽ ബി റൗണ്ട് വെൻ യു. Yes, round, crispy. ഓക്കെ Yes. ഓക്കെ. ഈ സെയിം സാധനം ഞാൻ വീണ്ടും എടുത്ത് തിന്നാ കേട്ടോ. ഷോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, നിർത്തണം. ഫുള്ള് ഫുഡ് കഴിച്ചെന്നിട്ടും ഭയങ്കര ക്രേവിങ് ആയിട്ടുള്ളത്. അതായത് ഈ സെയിം സാധനം കൈകൊണ്ട് വീട്ടിലുണ്ടാക്കിയോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുൻ പോലെ തന്നെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി ഗുലാബ് ജാമുൻ്റെ ഫോട്ടോസ് കാണിച്ചെടുത്തു. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ഓൾറെഡി അറിയാം ഗുലാബ് ജാമുൻ എന്താന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു അതന്നെയാണ് ഷേപ്പും ഇവിടെ അങ്ങനെ തന്നെയാണ്, പക്ഷെ പുറത്തത് അപ്പോൾ സെയിം ഗുലാബ് ജാമുൻ തന്നെയത്. ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ഞാൻ വെച്ചു ഷുഗർ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാവില്ല പുളിയായിരിക്കുന്നു വെച്ചു. പക്ഷെ ഇത് പുളിയല്ല, ഇതുമല്ല, നല്ല ഉപ്പാണ്. ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു റാഡിഷ് ഉണ്ടല്ലോ, റെഡ് കളറിലെ റാഡിഷ് വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, നല്ല റെഡ് ആയിട്ടുള്ള. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്, ഹെൽത്തി. ഓക്കെ, എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവസാനം ഇതുകൂടെ കുടിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കിടന്നുറങ്ങിപ്പോ, ഉറക്കം വരുന്നുണ്ട്. ഫുഡ് കഴിച്ച് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുളിക്കണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇവരുടെ അടുത്ത് ഇങ്ങനെ, ഇവർ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞു കുളിക്കണോ എന്തെങ്കിലും വേണോ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞ കുളിക്കണം എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഒരു 5 മിനിറ്റ്സ് ഞാൻ റെസ്റ്റ് എടുക്കുക, വയറ് ഫുള്ളായി, എന്നിട്ട് കുളിക്കാന്ന് പറഞ്ഞു. അപ്പം അവര് എൻ്റെ അടുത്ത് പുള്ളിക്കാരി പറയാണ് ഇന്ന് പോണ്ട, ഇന്നിവിടെ താമസിക്ക് എന്ന് പറഞ്ഞു. ഞാനത് കേട്ടതും കണ്ണടച്ച് ഞാൻ എസ് എന്ന് പറഞ്ഞു. ഞാനൊന്ന് തിങ്ക് ചെയ്തത് പോലില്ല, കാരണം ഞാൻ ഇപ്പം ഉറങ്ങിപ്പോകുന്നുള്ള അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയടിക്ക് യെസ് എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ല മനുഷ്യര്. Şey yaparız, sen kalırsın burada. Here. Yeah. Sleeping. Yeah, sleeping. I'm saying in my video. Thank you so much. You're welcome. Yeah. എനിക്കിതാ ഒരു ഗിഫ്റ്റ് എന്തോ തന്നിട്ടുണ്ട്. What is this? Yasma. Okay, open. Okay, let me. Yeah. Okay. Oh. It's a little different. It's called Okay. Yasma. Okay. It's Wow. just like that. Okay, nice. It's similar like bandana, right? Yes, similar. It's for the head. Yes. Oh, forehead. okay. Thank you so much. Thanks a lot. എന്ത് നല്ല ആൾക്കാരാണ് നോക്ക്. വാവ്, ഐ റിയലി ലൈക്ക് ഇറ്റ്. അടിപൊളി. ഞാനിത് എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇതാ എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ. ഓക്കെ, just this or just tied? ഓക്കെ, എന്തോ എങ്ങനെ ഇടുന്ന് മേ ബി കൊറേ തരത്തിലിടാൻ പറ്റുമായിരിക്കും, അതാണ്. ഓക്കെ, ഓക്കെ, ഇത് നോക്കിയോട്ടെ കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇത് നോക്ക്, ഞാൻ എൻ്റെതായ രീതിയിൽ കെട്ടിയതാണ്. ഇവിടെ ഇച്ചിരി മുടി കാണിച്ചിട്ട് പിന്നെ ഫുള്ള് മുടി ബാക്കിൽ കവറാക്കിയിട്ട് കണ്ടോ ഞാൻ ഇങ്ങനെ ആക്കി. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? എനിക്ക് എന്താല്ല തലയിൽ എന്തെങ്കിലുമൊക്കെ ഇടാനും വന്നാനും അതൊക്കെ ഭയങ്കര ക്രേസായിപ്പോൾ. അതിങ്ങനെ വലുതായതുകൊണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കവറാക്കിയിട്ട് എടുക്കാം. ഞാൻ നോക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ടീഷർട്ട് പുള്ളിക്കാരത്തിന് മേടിച്ചാണ്, കാരണം എൻ്റെ കയ്യിലുള്ള എല്ലാ ഡ്രസ്സും അലക്കാനായിട്ടുണ്ടായി. ഇനി ഈ ഒരു ഇത് മാത്രമാണ് അലക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം അലക്കാനുള്ളതാണ്. സോ ഇതാ ഇവിടെ അലക്കാനിടുകയാണ് കേട്ടോ. എല്ലാം ഞാൻ ഇട്ട്, അപ്പോൾ പുള്ളിക്കാരി ഇത് റെഡിയാക്കാമെന്ന് പറഞ്ഞ് എല്ലാം എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അലക്കാനുള്ള സമാധാനമായി എനിക്ക്. അലക്കാൻ എവിടെ അലക്കും എന്താക്കും എന്ന് ആലോചിച്ച് ഇരിക്കുമായിരുന്നു ഞാൻ. അപ്പോഴാണ് എനിക്ക് ഇവിടെ സ്റ്റേ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എല്ലാ ഡ്രസ്സും അലക്കാനായിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നോ. ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സെല്ലാം അലക്കിയതെല്ലാം തോരിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകണം. നല്ല ടയർഡായിട്ട് ഉറക്കൊക്കെ വരുന്നുണ്ട്. ഇതാ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവരുടെ ഫാദറെല്ലാം വന്നിട്ടുണ്ട്. ഹായ്. ഡിന്നർ ഇതാ അത്യാവശ്യം ലാവിഷായിട്ടാണ് ഉള്ളത്. മറ്റേ ആ റൈസിന് പകരം ആ ഒരു ഇതും പിന്നെ പൊട്ടാറ്റോയും ചിക്കനും പിന്നെ സാലഡ് ഉണ്ട്, പിന്നെ എന്തോ എന്തായാലും പറയാ നമ്മുടെ വെള്ളപ്പയർ പോലത്തെ ഇതും, പിന്നെന്താ പെപ്സി ഉണ്ട്, പിന്നെ ബ്രെഡ് ഉണ്ട്. ഇതെല്ലാ ഐറ്റംസും കൂടെ ആണല്ലോട്ട് ഉള്ളത്. ഡിന്നർ എന്തായാലും അവർ നല്ല ലാവിഷാക്കിയിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, കഴിച്ചോട്ടെ കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഒരു പിസ്സേൻ്റെ ടേസ്റ്റ്. ഒറിഗാനോ ഒക്കെ ഇട്ടിട്ടുണ്ട്. You add oregano? What? Oregano. What's this? I will translate. എന്തൊക്കെയോ ഫ്ലേവേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ട്, അടിപൊളി. ഇവിടെ നോക്ക്, എനിക്ക് മുന്തിരിയും പഴവും കഴിക്കാൻ വേണ്ടി തന്നേക്കാണ്. താങ്ക് യു. മാത്രല്ല എന്താ പറയണ്ടത്, കുറേ കേക്ക് തന്നു, വേറെ എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടി തന്നു. 2 ദിവസം പട്ടിണി കഴിഞ്ഞിട്ട് 2 ദിവസം ഹെവി ഫുഡ് അങ്ങനെ. ഗ്രേപ്പ്. ബനാന. ഇവിടെ ഗ്രേപ്സ് എല്ലാം അടിപൊളിയാ, ഇഷ്ടം പോലെ ഉണ്ട്. ഗ്രേപ്സ് മാത്രമല്ല കേട്ടോ, എല്ലാ ഫ്രൂട്ട്സും അടിപൊളിയാ. ഞാനിതാ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ ഫുള്ളായിട്ടാണുള്ളത്. എന്തോരം ഫുഡാണ് ഞാനിന്ന് കഴിച്ചതെന്നറിയോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.